ഇന്ത്യ നടത്തിയ തിരിച്ചടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇതെല്ലാം വിശദമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഭീകരർക്ക് നേരെയാണ് കടുത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ മണ്ണിലോട്ടല്ല, ഭീകര കേന്ദ്രങ്ങളെയാണ് തകർത്തിരിക്കുന്നത്. അത് ഇവിടെ വച്ച് ഇത് അവസാനിപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോ ഇവരെ? അവസാനിപ്പിക്കുമെന്ന് അറിയാൻ പറ്റില്ല. മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ ചെയ്യാനുള്ളത് ചെയ്തു, പറഞ്ഞ കാര്യം ചെയ്തു. മോദി വാക്കു പാലിച്ചു. മോദിയോട് എന്ന് പറയാനാണ് ഭീകരന്മാർ പറഞ്ഞത്. അതെ, ആ സ്ത്രീ രത്നത്തോട് മോദിയോട് പറയേണ്ടി വന്നില്ല. മോദി പ്രതികരിച്ചു, കൊടുക്കേണ്ടത് കൊടുത്തു, കൊടുക്കാൻ പറ്റാവുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോകമാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, ലോകത്തെ ആകെ നേരിടുന്ന പ്രശ്നമാണ്. അത് നമ്മൾ വെളുപ്പാങ്കാലത്ത് 1:28 ഈ സംയുക്ത ആക്രമണം നടത്തി. 1:44 നമ്മളത് തീർത്തു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ നമ്മൾ തകർത്തു. ഇന്ത്യ തകർത്തത് ചിത്രങ്ങളോട് കൂടിയ സചിത്രമായിട്ടാണ്. ഇനിയിപ്പോൾ പാകിസ്ഥാന് പണ്ടത്തെ പോലെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല, വെറുതെ പറയുകയാണെന്ന് നിഷേധിക്കാൻ പറ്റില്ല. കോൺഗ്രസിനും സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ എന്നൊരു സംശയം ഉന്നയിക്കാൻ പറ്റാതെ പഴുതടച്ച വിധം സത്യമായിട്ട് പറഞ്ഞാൽ ഈ 1:22 നമ്മൾ ആരംഭിച്ച യുദ്ധത്തിൻ്റെ 2ാം ഭാഗമാണ് ഇപ്പോൾ ഈ നടന്നത്. സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ ശക്തമായിട്ട് പഴുതടച്ച വിധം നടന്ന ഒരു പത്രസമ്മേളനമാണ്. അതിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മേസ്ത്രി, കൂടാതെ ആ പത്രസമ്മേളനത്തിൻ്റെ ആ ഒരു കോമ്പോസിഷൻ തന്നെ നമ്മുടെ ഒരു വളരെ വിജയകരമായൊരു തന്ത്രമാണ്. 2 വനിതകളുടെ നമ്മളെ സ്ത്രീ ശാക്തീകരണം എത്രമാത്രം നമ്മുടെ സൈന്യത്തിൽ നടത്തുന്നുണ്ട്, അവരുടെ ധൈര്യം, അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം എല്ലാം സ്ഫുരിക്കുന്ന വിജയത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഒളിമ്പിക്സിനൊക്കെ മെഡൽ വാങ്ങുമ്പോൾ നെറുകയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും രോമഹർഷത്തോടും കൂടിയിട്ടാണ് അവർ ഏതൊരു ഇന്ത്യക്കാരനെയും രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ളൊരു പത്രസമ്മേളനം. യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വന്ന ആ 3 പേര് ആ പോഡിയത്തിൽ നിൽക്കുമല്ലോ, 3 മെഡലുകൾ ഏറ്റുവാങ്ങാൻ, സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ വെങ്കല മെഡലും നേടാൻ നിൽക്കുന്നത് പോലെയാണ് നിന്ന് പത്രസമ്മേളനം നടത്തി. ഇന്ത്യക്കാരെ ഏവരെയും ഹർഷപുളകിതരാക്കുന്ന തരത്തിലുള്ള പത്രസമ്മേളനം. പങ്കെടുത്ത വനിതകൾ, ഒന്ന് വ്യോമിക് സിംഗ്, വ്യോമ എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്, വ്യോമിക് സിംഗ് എന്നാണ് പേര്, അതുമായിട്ട് ഒരു പ്രാസം ഒത്തുവരുന്ന പേര്. മറ്റേത് സോഫിയ ഖുറേഷി. ഇവർ 3 ചേർന്നാണ് പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ ഇന്ത്യൻ സേനയുടെ കരുത്ത് മാത്രമല്ല, അതിലെ സ്ത്രീ പ്രാതിനിധ്യം, അതിലെ സ്ത്രീ ശാക്തീകരണത്തിന് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യം എല്ലാം വിളിച്ചോതുന്നതും ആ ചെകുത്താന്മാർക്ക് കൊടുക്കുന്ന മറുപടിയുടെ ശക്തി. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാനിലെങ്ങും ഭീകര ക്യാമ്പുകൾ ഇല്ലെന്നല്ലേ. ആ ഭീകര ക്യാമ്പുകളുടെ ഫോട്ടോകൾ സഹിതം ആ ഫോട്ടോകളെല്ലാം കാണിച്ചു. 21 ക്യാമ്പുകളുണ്ട്. പക്ഷേ ഇന്ത്യ 9 ക്യാമ്പുകൾ മാത്രമേ ടാർഗറ്റ് ചെയ്തുള്ളൂ. അതിൽ വരുന്നത് സവായി നല, മുസഫറാബാദ് ഇന്ത്യയുടെ സ്ഥലമാണത്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. മുസഫറാബാദ് ഇന്ത്യയുടെ സ്ഥലമാണ്, അവർ കൈവശം വെച്ചിരിക്കുകയാണ് അവിടെ. പിന്നെ മുസഫറാബാദിനടുത്ത് തന്നെയുള്ള സൈലേൻ ബിലാൽ എന്ന് പറയുന്ന സ്ഥലം, അതുകൂടാതെ കോട്ട്ലി ഗുൽപൂർ എന്ന സ്ഥലം, ഇതല്ലാതെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരി വരുന്നതാണ്. ഒരെണ്ണം മാത്രം അമൃത്സർ പഞ്ചാബിനടുത്ത് വരുന്നതാണ്. ഭിംബർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഫിദായിൻ സൈനികരെ അവർ പരിശീലിപ്പിക്കുന്ന സ്ഥലം. ഫിദായിൻ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടി മാത്രമുള്ള ഒരു സൈന്യം, അവരുടെ ഒരു ഭീകര വിഭാഗം. പിന്നെ സർജാൽ കോട്ട് എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ മെഹ്മൂന ജോയ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ തന്നെ മർക്കോസ് തായ്ബ, അജ്മൽ കസാബിനെ പരിശീലിപ്പിച്ച കേന്ദ്രം. ഇന്ത്യയിൽ നടന്ന ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നല്ലേ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കസാബിനെ പരിശീലിപ്പിച്ച മർക്കാസ് തൈൽബ എന്ന് പറയുന്ന ആ ഭീകര ക്യാമ്പ് അതും കാണിച്ചു. ആ കാണിച്ചത് പഴയ സ്ഥിതിയിലുള്ള ക്യാമ്പിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ബോംബ് വന്ന് വീഴുന്നത്, ബോംബ് വന്ന് തകർത്തത് മുഴുവൻ കാണിച്ചു. എക്സ്പോസ്ഡ്. പാകിസ്ഥാൻ ഈസ് എക്സ്പോസ്. നിരവധി ഭീകരരുടെയും ജീവൻ പോയിട്ടുണ്ട്. പക്ഷേ എണ്ണം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മേൽക്കൂര വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഫോട്ടോ ഉള്ളിൽ ആരാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. തകർത്തു, ഒരാളും ജീവനോടില്ല അവിടെ എന്നുള്ളതാണ്. അതിൽ
പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ അതിന് ആസൂത്രണം ചെയ്ത ഒരാളും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയായിരിക്കും, അറിയാൻ പറ്റില്ല. അപ്പം മുഴുവൻ ആളുകളെ തകർത്ത് നശിപ്പിച്ച് അതിൻ്റെ പ്രക്രിയ നിർവഹിച്ച് കേവലം 16 മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി. ഇന്ത്യയുടെ അതിൽ തന്നെ 15 ദിവസമാണ് പിന്നിടുന്നത്. 15 ദിവസം വരും. അതിൻ്റെ കാര്യം കൂടെ ഉണ്ട്. പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ 16 ദിവസം നമ്മൾ അവർക്ക് കൊടുത്തു. ഈ ഭീകര ക്യാമ്പുകൾ അവിടെ നിന്ന് മാറ്റുകയോ പരിശീലനം നിർത്തുകയോ ചെയ്യാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തു. അവർക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം കൊടുത്തു. ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്, പ്രായശ്ചിത്തം ചെയ്ത് ഇല്ല എന്ന് മാത്രമല്ല, വീണ്ടും ഒരു ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ നടത്താൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അവർ. ഇന്ത്യക്ക് നേരെ വീണ്ടും പഹൽഗാൻ പോലെ ഒരു ഭീകരാക്രമണം നടത്തി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ ഇന്ത്യ ഇത് ചെയ്തത്. ഇനി ഈ ചൈനയെന്നല്ല, ടർക്കി എന്നല്ല, പാകിസ്ഥാനെ സഹായിച്ചിരുന്ന ഒരൊറ്റ രാഷ്ട്രത്തിനും ഇന്ത്യക്കെതിരെ ഒരു ചൂണ്ടുവിരൽ ഉയർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മറുപടി ആണ് ഈ പത്രസമ്മേളനം. ഞാൻ പറയുന്നത്, ആക്രമണം നടത്തിയതിനെ തുടർന്ന് നടത്തിയ പത്രസമ്മേളനവും ആ ആക്രമണം പോലെ, പരാക്രമം എന്നാണ് ഇതിന് പറയുന്നത്, പരാക്രമൺ, അതിനെപ്പോലെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തെളിവുകളുടെ പിൻബലത്തില്ല. ഇനി ഒരു രാഷ്ട്രത്തിനും നിഷേധിക്കാൻ പറ്റാവിധം ഉപഗ്രഹ ചിത്രങ്ങളുടെയും അവിടെ വെച്ച് വിമാനം വഴി സ്വീകരിച്ചിട്ടുള്ള പടങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഒരു പ്രതിപക്ഷവും ഒരു രാഹുൽ ഗാന്ധിയും ഇതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല. മരിച്ചവരുടെ എണ്ണം പറയാം, നമുക്കതറിയില്ല. നമ്മളുടെ ചുമതലയില്ല, ആരെ കൊല്ലാൻ വേണ്ടിയില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 21 ക്യാമ്പുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 9 എണ്ണത്തെ മാത്രമേ ആക്രമണം നടത്തില്ല. കാരണം എന്താണെന്നറിയാം, ബാക്കി 21-ൽ 9 പോയിട്ട് ബാക്കി ആക്രമിക്കാതെ നമ്മൾ ഇരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ബാക്കി 12 എണ്ണം നമ്മൾ ആക്രമിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് ചുറ്റും ജനവാസ മേഖലയുണ്ട്. നോക്കിക്കോണേ, ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള റെസ്പോൺസിബിളായിട്ടുള്ള അറ്റാക്കാണ്. കാരണം അതിനെ ടാർഗറ്റ് ചെയ്താൽ അതിന് ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവൻ പോകും. അങ്ങനെ ഒരു ജീവൻ പോലും പാകിസ്ഥാനിലെ തെമ്മാടികളായ ക്രൂരന്മാരായിട്ടുള്ള നികൃഷ്ടന്മാരായിട്ടുള്ള ഭീകരന്മാർ ചെയ്യുന്നത് പോലെ വരാതിരിക്കാൻ വേണ്ടി, നിരപരാധികൾ മരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ത്യാഗമാണത്. അതിന് ഇന്ത്യയോട് നന്ദി പറയണം പാകിസ്ഥാൻ, ലോകരാഷ്ട്രത്തിൽ. ഇതിപ്പോൾ വിജയനാഥ് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഇനി ഈ ആക്രമണം നിലനിൽക്കുമോ എന്ന്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവരെ ഭരിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു ആസിഫ് മുനീർ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ നമ്മൾ അവിടെ പോയി രാമജന്മഭൂമിയിൽ അവർ പള്ളി സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു ആസിഫ് മുനീർ പറഞ്ഞത് എന്താണ്, ഹിന്ദു മതവും ഇസ്ലാം 2 സംസ്കാരങ്ങളാണ്. ശരിയാണ്, 2 സംസ്കാരങ്ങളാണ് അവരെ പഠിപ്പിച്ചു വിടുന്നത്. 2 മഹാത്മാഗാന്ധി അത് ഒന്നാണെന്ന് സ്ഥാപിച്ചു. മഹാത്മാഗാന്ധി, സനാതന ഹിന്ദുവായ മഹാത്മാഗാന്ധി അത് ഒന്നാണെന്ന് സ്ഥാപിച്ചു. പക്ഷേ അവരെ ഇപ്പോഴും മദ്രസകളിലൂടെ പഠിപ്പിച്ചു വിടുന്നത്, അവരുടെ മതപാഠശാലകളിലൂടെ പഠിപ്പിച്ചു വിടുന്നത് 2 സംസ്കാരങ്ങളാണെന്ന്. അവിടെയാണ് ഈ പ്രശ്നം. അവർ പിന്നെ സ്കൂളിൽ പോവുകയില്ല. ഈ തോക്കേന്ത്യവരൊന്നും സ്കൂളിൽ പോയവരായിരിക്കുമെന്ന് എനിക്ക് കഴിയുന്നില്ല. മദ്രസകളിൽ മാത്രം വിദ്യാഭ്യാസം ലഭിച്ച് അന്ധവിശ്വാസങ്ങൾ സമ്പാദിച്ചു വെച്ചവരാണ്. അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസത്തിൻ്റെ വേരറുക്കാതെ ഈ ഭീകരവാദം ലോകത്തു നിന്ന് തിലക്കിയില്ല. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നിത് മോദിയുടെ കരുത്തുകൊണ്ട് ഇല്ലാതായിക്കാം, പക്ഷേ ലോകത്തു നിന്ന് ഇല്ലാതാവില്ല. കാരണം എന്താ, അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് കാഫിറായിട്ടുള്ള ആളുകളെയെല്ലാം നിങ്ങൾ കൊല്ലണം, കാഫിറിനെ കൊന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീരസ്വർഗം കിട്ടും, അവിടെ ഇങ്ങനെ തേനിങ്ങനെ ഒഴുകുകയാണ്, തേനും പാലും ഇങ്ങനെ ഒഴുകുകയാണ്, അവിടുന്ന് അവളം കുടിക്കാം, സുന്ദരികളായ ആൾക്കാർ നിങ്ങളെ പരിചരിക്കാനുണ്ടാവും എന്നുള്ള അന്ധവിശ്വാസം പഠിപ്പിച്ച് കൂട്ടി വെച്ചിരിക്കുക, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ആധുനിക പരിഷ്കൃത ലോകത്ത് യാതൊരു തരത്തിലുള്ള നവോത്ഥാനത്തിനും വിധേയമാകാതെ പരിഷ്കാരത്തിനും വിധേയമാവും പഠിപ്പിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇനി അതിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ട് വരും, ആക്രമണങ്ങൾ നടത്തും. അത് തടയേണ്ടത് ആ ഉള്ളിൽ നിന്നാണ്, മറ്റാർക്കും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ആ മതത്തിനുള്ളിൽ നിന്നാണ് അതിൻ്റെ പരിഷ്കരണവാദങ്ങൾ വരേണ്ടത്. അത് വന്നില്ലെങ്കിൽ ഈ ഭീകരവാദം തുടങ്ങും. ഇതിപ്പോൾ ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ലല്ലോ, സിറിയയിൽ നടക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ചുറ്റും പലസ്തീനിൽ നടക്കുന്നുണ്ട്, പിന്നെ എവിടെയാണ് നടക്കുക, ടർക്കിയിൽ നടക്കുന്നില്ലേ, ഇറാഖിൽ നടക്കുന്നില്ലേ, ഇറാനിൽ നടക്കുന്നില്ലേ. അപ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല, ലോകമാകെ, അമേരിക്കയിൽ നടന്നില്ലേ. ഏത് യൂറോപ്യൻ രാജ്യമാണ് സുരക്ഷിതമായിട്ടുള്ളത് ഭീകരവാദികളിൽ നിന്ന്, മുസ്ലിം ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന്? എവിടെയും പ്രശ്നമാണ്. എല്ലാവരും പേടിച്ചാണ് കഴിയുന്നത്. വിമാനങ്ങൾ യാത്ര ചെയ്യുന്നത് സ്വൈര്യമായിട്ടാണ്. അഫ്ഗാനിസ്ഥാനിലെ എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ പേടിയിലും ഭീതിയിലുമാണ്.
ഒരു വലിയ മഹാകാളിമയാർന്ന ഒരു കാർമേഘം പോലെ നമ്മുടെ ലോകത്തിൻ്റെ ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ അതുണ്ട്. അത് നമുക്ക് ഇന്ത്യ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാതാക്കാൻ പറ്റുന്നത് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ എല്ലാ നദികളും ഒരേ കടലിലേക്ക് ഒഴുകുന്നത് പോലെ എല്ലാ സംസ്കാരം, എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ ഒരേ കടലിലേക്ക് തന്നെയാണ് ഒഴുകുന്നത് എന്നുള്ള ആ തത്വം അത് പഠിച്ചെങ്കിൽ മാത്രമേ, മതാതീതമായിട്ട് ആത്മീയത കൊണ്ട് മാത്രമേ പറ്റൂ. പക്ഷേ അവരത് അംഗീകരിക്കുകയില്ല. മദ്രസകളും കടുംപിടുത്തമുള്ള റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിം മൗലികവാദികൾ അതൊരിക്കലും അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെ പരിഷ്കരണവാദികളായ മുസ്ലിങ്ങൾക്ക് വോയിസ് ഇല്ല. അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചേകന്നൂർ മൗലവിയുടെ അനുഭവം അവർക്കുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിൽ ക്രിസ്ത്യൻ മതത്തിലൊരു റിഫർമേഷൻ ഉണ്ടായതുപോലെയോ ഹിന്ദു മതത്തിലൊരു ഭക്തി പ്രസ്ഥാനം ഉണ്ടായതുപോലെയോ ഒരു മാറ്റം ആ മതത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് മതോത്പന്നമായ ഭീകരത, അല്ലാത്ത ഭീകരതകളും ഉണ്ടാവാം. അത് മാത്രമേ ഭീകരതയുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. മതോത്പന്നമായ ഭീകരത ഉണ്ടാവണമെങ്കിൽ നവോത്ഥാനം ഉണ്ടാവണം. ഈ അന്ധവിശ്വാസത്തിൽ നിന്ന്, മറ്റൊരു മതക്കാരനെ കൊന്നാൽ നിങ്ങൾക്ക് വീരസ്വർഗം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നിന്ന് ഉള്ള ഒരു മാറ്റം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്ക് സമാധാനമായിട്ട് ഈ ഭൂമിയിൽ കഴിയാൻ പറ്റുമെന്നുള്ള കാര്യം ഇത് പറയുന്നത് ഇസ്ലാമിൽ തന്നെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അവർ ധൈര്യത്തോടും പറയുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് എ സൈലൻറ്റ് മെജോറിറ്റി. വളരെ വളരെ ചെറിയൊരു ഇസ്ലാമിലെ തന്നെ ന്യൂനപക്ഷ മതത്തിലെ തന്നെ വലിയൊരു ന്യൂനപക്ഷമാണവർ. എന്നാണ് പ്രശ്നം. അപ്പോൾ അതിനൊരു പരിഷ്കാരം, മാറ്റം വരാതെ അതിനുവേണ്ടി ഈ അന്ധവിശ്വാസത്തിന് വേണ്ടി നമ്മൾ എത്ര കോടികളാണ് മുടക്കുന്നത്? യുദ്ധത്തിൻ്റെ രൂപത്തിൽ, യുദ്ധത്തിനെതിരെയുള്ള നടപടികളുടെ രൂപത്തിൽ, ഭീകരവാദികളിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെ പേരിൽ, ഇസഡ് കാറ്റഗറി സംരക്ഷണത്തിൻ്റെ പേരിൽ ഈ ലോകം കൊടുക്കുന്ന കോടികളാണ്. എന്നിട്ട് നിങ്ങൾ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന ഒന്നാണെന്ന് പറയുകയും നമ്മുടെ സംസ്കാരം വേറെയാണ്, നമ്മുടെ സംസ്കാരം മഹത്താണെന്ന് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായിട്ടുള്ള ആസിഫ് മുനീവർ പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അപകടം. ഞങ്ങളുടെ മഹത്തായ മതം എന്ന് പറയുകയും നിങ്ങളുടെ എല്ലാം ചീത്ത എന്നുള്ളൊരു വേർതിരിവ് സൃഷ്ടിക്കുന്നു. അത് അയിത്തത്തിനേക്കാൾ, തൊട്ടുകൂടായ്മയേക്കാൾ, തീണ്ടലിനേക്കാൾ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു സാമൂഹിക സോഷ്യലിസ്റ്റ് എൻജിനീയറിംഗ് ആണ്, സോഷ്യൽ എൻജിനീയറിംഗ് ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ വിശ്വാസം, ആ അന്ധവിശ്വാസം മാറുകയല്ലാതെ അത് പരിവർത്തനത്തിലൂടെ, യുദ്ധത്തിലൂടെ മാറ്റാൻ പറ്റുന്നതല്ല. യുദ്ധത്തിലൂടെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഈ പരിഹാരങ്ങളെ ഉണ്ടാവും. ഈ വിശ്വാസം, അന്ധവിശ്വാസം മാറാതെ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.